ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അതിൽ പങ്കെടുക്കാൻ പോകുന്ന മത്സരാർത്ഥികൾക്ക്. കാരണം ആ വീട്ടിൽ കഴിയുന്ന ഓരോ ദിവസവും ജീവിതം തലകീഴായി മറിഞ്ഞുകൊണ്ടിരിക്കും. 100 ദിവസം കഴിഞ്ഞ് പുറംലോകം കാണുമ്പോൾ ചിലപ്പോൾ വെറുക്കുന്നവരെയാകും സമ്പാദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിച്ചിട്ടുണ്ടാകും. ജാസ്മിൻ ജാഫറിന് ഷോയ്ക്കു ശേഷം വെറുപ്പാണ് ഏറ്റവും അധികം ലഭിച്ചത്. ഭൂരിഭാഗം പ്രേക്ഷകർക്കും ജാസ്മിൻ്റെ ഗെയിമിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഉറപ്പിച്ചു വെച്ചിരുന്ന ജാസ്മിൻ്റെ വിവാഹം വരെ മുടങ്ങിയിരുന്നു. എന്നാൽ എല്ലാവരും തനിക്ക് എതിരെ തിരിഞ്ഞിട്ടും ജാസ്മിൻ ജീവിതം തിരിച്ചു പിടിച്ചു. ബിഗ് ബോസ് താരം കൂടിയായതിനാൽ ഇപ്പോൾ കൈനിറയെ വർക്കുകളും ഉദ്ഘാടനങ്ങളുമെല്ലാമായി ജാസ്മിൻ തിരക്കിലാണ്. യൂട്യൂബ് വീഡിയോകളാണ് ജാസ്മിനെ മലയാളികൾക്കിടയിൽ ജനപ്രിയയാക്കിയത്. ഇപ്പോഴിതാ ബിഗ് ബോസിനു ശേഷം താരത്തിൻ്റെ യൂട്യൂബ് ചാനൽ കൂടുതൽ വളർന്നിരിക്കുന്നു. 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് ഇപ്പോൾ ജാസ്മിൻ്റെത്. പുതിയ വീഡിയോയിൽ വെറുപ്പിനെ മറികടന്ന് തൻ്റെ യൂട്യൂബ് ഫാമിലി വലുതായതിൻ്റെ സന്തോഷം ജാസ്മിൻ പങ്കിട്ടു. ഒപ്പം കൊല്ലത്ത് നിന്ന് കുടുംബത്തെ വിട്ട് കൊച്ചിയിലേക്ക് ചേക്കേറിയതിൻ്റെ കാരണവും ജാസ്മിൻ വെളിപ്പെടുത്തി. കൊച്ചിയിൽ ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്കാണ് ജാസ്മിൻ്റെ താമസം. എല്ലാവിധ സഹായവും പിന്തുണയുമായി സുഹൃത്തുക്കളായ രസ്മിനും ഗബ്രിയുമെല്ലാം ഉണ്ട്. 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി 2 വർഷം കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയത്. ഇപ്പോൾ കാണുന്ന ജാസ്മിൻ ജാഫറിനെ വളർത്തിയെടുത്തത് സോഷ്യൽ മീഡിയയാണ്. ഒരുപാട് കാരണം കൊണ്ട് ടിക്ടോക്ക് കാലം മുതൽ ഞാൻ പലതവണ സോഷ്യൽ മീഡിയ നിർത്തിപ്പോയിട്ടുണ്ട്. എന്നാൽ പിന്നെയും വിധി എന്നതുപോലെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിലെത്തി. ചാനലിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ശേഷമാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോയത്. അതിനുശേഷം നല്ലതും ചീത്തതുമായ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. എൻ്റെ ക്വാളിറ്റിയും എൻ്റെ മോശമായ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ബിഗ് ബോസിൽ പോയിരുന്ന സമയത്ത് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത 10 ലക്ഷം എന്നതിൽ കുറവ് വരുത്തണം എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്യണം എന്നിങ്ങനെയും കമൻറ്റുകളുണ്ടായിരുന്നു. ചാനൽ അടിച്ചു കളയണം, റിപ്പോർട്ട് അടിക്കണമെന്നുമെല്ലാം കമൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ളപ്പോഴും അതിനും അപ്പുറമായി സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. വലിയൊരു അച്ചീവ്മെൻ്റാണ് എനിക്കിത്. എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ ഫെയിം, പൈസ എന്നതിലേക്ക് ഞാൻ എത്തിയത് ഇപ്പോഴാണ്. സ്നേഹിച്ചവരോടും വെറുത്തവരോടും എനിക്ക് നന്ദിയുണ്ട്. BBയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അധികം ഇടാതിരുന്നത്. വർക്കിന് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. കൊച്ചിയിൽ പിന്നാലെ വർക്കുകൾ കിട്ടുകയുള്ളൂ. വീട്ടിൽ നിന്നാൽ വർക്ക് വരുമ്പോൾ യാത്ര ചെയ്ത് വരിക എന്നത് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് നിന്നൊന്നും ഒട്ടും ശീലമില്ലാത്തയാളാണ്. ഹോം സിക്നെസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം മാറാൻ സഹായിച്ചത് ബിഗ് ബോസ് ആണ്. കൊച്ചിയിലെ ജീവിതം അടിപൊളിയാണെന്ന് പറയില്ല, കാരണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഫിലിമിൻ്റേത് എന്തെങ്കിലും റെഡിയാകുമ്പോൾ പറയാമെന്നും പറഞ്ഞാണ് ജാസ്മിൻ വീഡിയോ അവസാനിപ്പിച്ചത്. നിരവധി ആരാധകരാണ് ജാസ്മിനെ അഭിനന്ദിച്ച് എത്തിയത്. ബ്യൂട്ടി ഫാഷൻ വ്ലോഗറാണ് ജാസ്മിൻ.